AMMയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും പൊട്ടിത്തെറി. സംവിധായകനായ ആഷിഖ് അബു മലയാള രംഗത്തെ സാങ്കേതിക പ്രവർത്തകരുടെയും സംവിധായകരുടെയും സംഘടനയായ ഫെഫ്കയിൽ നിന്നും രാജിവെച്ചു. ഫെഫ്കെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജി. ഫെഫ്കയുടെ ഓഫീസ് രാജി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടുമാണ് ഫെഫ്കെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നതായി ആഷിഖ് അബു രാജിക്കത്തിൽ പറഞ്ഞത്. രാജിക്കത്ത് മാധ്യമങ്ങൾക്ക് പോലും ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സിനിമാ സംവിധായക യൂണിയൻ അംഗങ്ങൾ അറിയുവാൻ 2009 ഒക്ടോബറിൽ ഫെഫ്കെ രൂപീകരിക്കുന്ന സമയം മുതൽ താൻ ഈ സംഘടനയിൽ അംഗമാണ്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സംവിധായകരുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2-3 എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. 2012 ഒരു സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പണം സംബന്ധിച്ച എൻ്റെ പരാതിയിൽ യൂണിയൻ ഇടപെട്ടത് തികച്ചും അന്യായമാണ്. അതേ നിർമ്മാതാവിൻ്റെ മറ്റൊരു ചിത്രം നിർമ്മാണത്തിൽ ഇരിക്കെയാണ് താനും ഇതേ പരാതി കഥാകൃത്തുക്കളും ഇതേ പരാതി സംഘടനയിൽ ഉന്നയിച്ചത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കത്ത് തുടങ്ങുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായ നടപടി ലഭിച്ചില്ല എന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന ഇതേ നിർമ്മാതാവിൻ്റെ സിനിമയുടെ റിലീസ് സമയത്തും ഫെഫ്കയിൽ നിന്ന് ഈ തുകയ്ക്ക് വേണ്ടി സമ്മർദ്ദം ഉണ്ടായില്ല എന്നും ഏറെ വൈകി അവകാശപ്പെട്ട തുകയുടെ പകുതി മാത്രമാണ് ലഭിച്ചതെന്നുമാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, പരാതിയിൽപ്പെട്ട സംഘടന തങ്ങൾക്ക് അവകാശപ്പെട്ട തുകയുടെ 20% കമ്മീഷനായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ലഭിച്ച തുകയിൽ നിന്ന് 20% ആവശ്യപ്പെട്ട ഫെഫ്കയുടെ ഓഫീസിൽ നിന്ന് ഒരു ദിവസം ലഭിച്ചത് 3 ഫോൺ കോളുകളാണെന്നും അദ്ദേഹം പറയുന്നു. വരിസംഖ്യയും ലവിയും അടയ്ക്കുന്ന അംഗങ്ങളോട് 20% കമ്മീഷൻ ആവശ്യപ്പെടുന്നത് അനീതിയാണെന്ന് സിബി മലയിലിനോട് താൻ തർക്കമുന്നയിച്ചിരുന്നെന്നും അതേ തുടർന്ന് താനും സിബി മലയിലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പണം കൊടുക്കണമെന്ന ഉറച്ച നിലപാടിൽ സിബി മലയിൽ നിന്നുവെന്നും തൊഴിലാളി സംഘടന പരാതിയിൽ ഇടപെടുന്നതിന് കമ്മീഷൻ ചോദിക്കുന്നത് അനീതിയാണെന്ന് പറഞ്ഞ തന്നോട് നിർബന്ധപൂർവ്വം 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും ആഷിഖ് അബു തുറന്നടിക്കുന്നുണ്ട്. മനസ്സിൽ ശപിച്ചുകൊണ്ട് താൻ ചെക്ക് എഴുതി കൊടുത്തുവിട്ടെന്നും താൻ മിണ്ടാതിരിക്കില്ല എന്ന ബോധ്യം വന്നതുകൊണ്ടാണോ അതോ ചോദ്യം ചെയ്യപ്പെട്ടതിലുള്ള പ്രതിഷേധമോ പിണക്കമോ കൊണ്ടാണോ എന്നറിയില്ല, സിബി മലയിൽ എൻ്റെ ചെക്ക് തിരിച്ചയക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയിലും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയിൽ കണ്ടത് ഒരു കൂട്ടരാജിയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്ര വലിയ കോളിളക്കം എല്ലാം തന്നെ ഉണ്ടായിട്ടും നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ഇത്ര വലിയ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടും കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഫെഫ്ക തുടരുന്ന മൗനമാണ് ഇപ്പോൾ ആഷിഖ് അബുവിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഫെഫ്കയ്ക്കെതിരെ ഗുരുതര ആരോപണമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശക്തമായൊരു തുറന്ന പറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയും ഫെഫ്കയും മെക്കയും എല്ലാം തന്നെ തുടരുന്ന ഈ മൗനം എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ശേഷം അമ്മ തന്നെ അതിനുള്ള വിശദീകരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ വിശദീകരണം എന്ന് പറയുന്നത് തങ്ങളൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു റിഹേഴ്സലായിരുന്നു എന്നുള്ളതായിരുന്നു. ആ വിശദീകരണം തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും എല്ലാം തന്നെ വഴിതെളിച്ചിരുന്നു. ശേഷമാണ് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് എല്ലാവരും രാജിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെയും ചിലരെല്ലാം തന്നെ മാറി നിൽക്കുന്നുണ്ട്. ചില നിലപാടുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ദിവസങ്ങളായി ഇത്ര വലിയ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടും ഒരു സംവിധായകനും ഫെഫ്കയിൽപ്പെട്ട ഒരു സംവിധായകനെതിരെ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഫെഫ്ക പാലിച്ചിരുന്ന മൗനം അത് പരസ്യമായി ചോദ്യം ചെയ്യുകയും ശേഷം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മൗനം ഒരു അനീതിയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ആഷിഖ് അബു ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഈ സംഘടനയുടെ കുറ്റകരമായ മൗനം, പിന്നീട് പത്രക്കുറിപ്പ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന കുറച്ച് വാചക കസർത്തുകൾ, പഠിച്ചിട്ട് പറയാമെന്ന വൈകാരിക പ്രതികരണങ്ങൾ അല്ല വേണ്ടത് എന്ന നിർദ്ദേശം എന്നിവയെല്ലാം തന്നെ ഒരംഗം എന്ന നിലയിൽ തന്നെ ഏറെ നിരാശപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശിഷ്യ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിപ്പിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്നും താൻ രാജിവെക്കുന്നതായി അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം ആ കത്തിൽ കുറിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആഷിഖ് അബു ബി ഉണ്ണികൃഷ്ണനെതിരെ രംഗത്തെത്തിയിരുന്നത് ശ്രദ്ധേയമായിരുന്നു. ഫെഫ്ക എന്നാൽ ബി ഉണ്ണികൃഷ്ണനല്ല എന്നും ഫെഫ്ക പ്രതികരണം കാപട്യമെന്നും വാർത്താക്കുറിപ്പ് യൂണിയൻ നിലപാടില്ലാത്തതുമാണ് എന്നെല്ലാമായിരുന്നു ആഷിഖ് അബുവിന്റെ വിമർശനം. സിനിമാ കോൺക്ലേവിൽ നിന്നും ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആഷിഖ് അബുവിന് ബുദ്ധികൂടി വട്ടായി എന്നായിരുന്നു ജനറൽ കൗൺസിൽ അംഗമായ ബെന്നി ആശംസയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും ആഷിഖ് അബുവിന്റെ ഈ രാജിയോടുകൂടി തന്നെ വീണ്ടും അമ്മയ്ക്ക് പിന്നാലെ തന്നെ ഫെഫ്കയിലും വലിയൊരു പൊട്ടിത്തെറിക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇനി പുറകെ എന്താണ് ഫെഫ്കയിൽ സംഭവിക്കുന്നതെന്നും ഫെഫ്കയുടെ ഈ ആഷിഖ് അബുവിന്റെ രാജിയുടെ മേലുള്ള തങ്ങളുടെ മൗനത്തിന്മേലുള്ള ഫെഫ്കയുടെ മറുപടി എന്താണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇനിയും ഏറെ പ്രസക്തമാവുകയാണ്.